ഇവിടെ കണ്ണീരിടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് കൈ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വഴിയില്ലാത്ത സ്ഥലമാണ്. ബാങ്കുകാർ 19 ലക്ഷം ഞങ്ങൾക്ക് വേണം, തരത്തിലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് പറയും. പക്ഷെ അമ്മ ആ ബാങ്കിൽ നിന്ന് തന്നെ വേറെ ആൾക്കാർ വഴി കാശെടുത്ത് കൊടുത്തു. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകണം, ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമുണ്ട്. അതും ഉടമ്പടിയാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, നിത്യജീവിതം. ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. അതുകൊണ്ട് നിത്യജീവിതം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അപേക്ഷ എന്ന് പറഞ്ഞത്, നിത്യജീവിതം നശിപ്പിക്കുന്ന ഒരു നടപടിക്രമവും ഒരു പ്രണയവും ഒന്നും നിങ്ങളുടെ ജീവിതമോ നിങ്ങളുടെ ആത്മാവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയോ നിത്യരക്ഷയോ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങൾ നിങ്ങൾ കെട്ടിലെന്നേ ഉള്ളു. കർത്താവിനെ ജീവിതം കളഞ്ഞ് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കരുത്. തൽക്കാലത്തേക്കുള്ള ലാഭം മാത്രമാണത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നീ എടുത്തു കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. മാതാവേ, പലതരത്തിലുള്ള പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ, ചില പെൺപിള്ളേരൊക്കെ വെറും പൊട്ടികളാണ് ശരിക്കും. കാര്യം ഈ ചാക്കിട്ട് പിടുത്തക്കാരെ അവരെ കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ അവരെ നശിപ്പിച്ച് കളയും. പിന്നെ ഇവരുടെ പുറകെ ഇങ്ങനെ വാലുമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പോഴം പണിയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യരുത്. എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഞാൻ, ജാതി മതം നോക്കാതെ എല്ലാവരോടും പറയുകയാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ആ ടൈപ്പാണ്. ഏതൊരു റിലേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ട് 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ശാരീരികമായ കാര്യങ്ങളുണ്ടായി. ഇപ്പം അങ്ങനെയല്ല, 3 ആഴ്ചക്കുള്ളിൽ നടക്കും. അതോട് പിന്നെ അവർ രക്ഷപ്പെടത്തില്ല. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇത് കഴിയുമ്പോൾ, ഇത് കഴിയണ വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ തേനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു കഥയുമില്ല. മനുഷ്യന്മാരുടെ സൈക്കോളജി അറിയണം. നിങ്ങൾ അവർ മാനസികമായിട്ട് ഉപേക്ഷിച്ചാലും നിങ്ങൾ അറിയിക്കാതെ ടാറ്റിസാറ് കൊണ്ടു നടക്കാൻ അവർക്കറിയാൻ പറ്റും. അത്ര സൂത്രക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇതുപോലെ അകപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ചിലരോട് എന്നോട് കടവാണെന്നും പറഞ്ഞ് എനിക്ക് ജപ്തിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പേപ്പർ ഏൽപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കൊടുക്കാനോ ആരെങ്കിലും തരാനോ ഒന്നുമില്ല അച്ഛാ, ദൈവം മാത്രമേ ഉള്ളെന്ന് പറയും. അങ്ങനെയുള്ളവരെ സാമ്പത്തികമായ മേഖലകളിൽ ഈ ആഴ്ചയിൽ അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരു മാനസിക ആവശ്യം മാത്രമല്ല, ഒരു ജീവിത ആവശ്യവും ദൈവികമായ ഒരു ആവശ്യമാണ്. അത് നടക്കണം. അത് നമുക്ക് ഇത്തിരി ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ അത് നടക്കണം. അത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. അതിൽ നിന്ന് ആവശ്യത്തിന് കുഞ്ഞുങ്ങൾ ജനിക്കണം. ആ മേഖല തടസ്സമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അതിലെ കർത്താവ് രോഗസൗഖ്യത്തൊക്കെ പറയണതിൻ്റെ കാര്യത അതെന്തുകൊണ്ടാണ്? ആ സമയത്ത് മുൾക്കിരീടത്തിൻ്റെ പകുതി കാണുകയും ഓരോ മുള്ളിൽ നിന്നും നല്ല രത്നക്കല്ല് പോലുള്ള തിളങ്ങണ ചുവന്ന ബിന്ദുക്കൾ താഴേക്ക് ഇറ്റ് വീഴുകയും ചെയ്യണേ. എന്താ അത്? ചങ്ങല പൊട്ടുകയാണ്. എന്താ കാര്യം? പാപം മോചിക്കപ്പെടുന്നു. ഒന്ന്. രണ്ടാമത്തെ, പാപബോധം തരുന്നു. പിന്നെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിച്ചാൽ ദൈവം എന്താ ചെയ്യണത്? ശക്തീകരിച്ചിരിക്കാം. എന്തിനാ ദൈവം വിശുദ്ധീകരിക്കണത്? പാത്രം കഴുകി എന്തിനാ വെക്കണത്? ഭക്ഷണം വിളമ്പാനല്ലേ? ഉറപ്പല്ലേ? വിശുദ്ധീകരിക്കണത് എന്തിനാണ്? ദൈവം ശക്തീകരിക്കാൻ. ശക്തീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഏത് മേഖലകളിൽ നമുക്ക് ദൈവത്തെ കിട്ടുന്നത് ശക്തിയുടെ രൂപത്തിലാണ്. എന്നിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്കത് പഠനമായിട്ടും വിജയമായിട്ടും ജോലിയായിട്ടും അങ്ങനെ വീടായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരോ മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള ബലഹീനമായ സാഹചര്യങ്ങളല്ലേ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം കേട്ടത് 28 കൊല്ലക്കാർക്ക് പട്ടയമില്ല, പുറമ്പോക്കി താമസിക്കുന്ന കക്ഷി 28 കൊല്ലമായിട്ട് പട്ടയമില്ല, അവർ പുറമ്പോക്കി താമസിക്കുകയാണ്. ഈ ഉടമ്പടി ഇപ്പോൾ വന്നപ്പോൾ എന്നാ പറ്റുമെന്നറിയാമോ, എല്ലാവർക്കും ഒരു പുതിയ പ്രത്യാശ കൊടുക്കാൻ തുടങ്ങി. അവർ തോന്നി ഉടമ്പടി എടുത്ത അമ്മമാതാവ് പട്ടയം തരും എന്ന് വിചാരിച്ചു. കാര്യം സാക്ഷ്യങ്ങളാണല്ലോ ഏറ്റവും വലുത്. ഇപ്പം സാക്ഷ്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പ്രത്യാശ വരും. ദൈവം നമ്മുടെ കൂടെ വിരിക്കുന്നു എന്നല്ലേ. നമ്മുടെ സക്കറിയാൻ്റെ വിശുദ്ധ നമ്മുടെ യോഹന്നാമാന്താൻ്റെ അപ്പം സക്കറിയ പുരോഹിതൻ, അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയണ ഒരു കാര്യമുണ്ട്. എന്താ? വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:68 ഏറ്റു പറഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ സന്ദർശനം എന്ന് പറഞ്ഞ് വെറുതെ വന്ന് പോകുകയല്ല. എന്താ ചെയ്യണത്? രക്ഷിക്കാനാണ് സന്ദർശനം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സന്ദർശനം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊന്ന്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ സഞ്ചാരി മാതാവിൻ്റെ സത്യാനുഭവം ഉണ്ടാകാൻ കാരണങ്ങളിലൊന്ന് ഈ വാഗ്ദാന പ്രകാരമാണ്. പണ്ട് മാലാഖമാരെ ദൈവം വിട്ടതിന് പകരം ഇന്നും അമ്മയല്ലേ വരണത് ലോകം മുഴുവനും അല്ലേ. ഇപ്പം മാലാഖമാർ വരുന്നില്ലല്ലോ. അതിന് ലൂർദിലും ഫാത്തിമയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃപാസനത്തിൽ ഉൾപ്പെടെ ആരാണ് ബൈപ്പേഴ്സം വരണത്? ആരാണ്? അമ്മയാണ്. അമ്മ വരാൻ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷയായിട്ട് അവർ വരികയാണ്. സന്ദർശനമാണത്. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷകനായ എൻ്റെ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അമ്മയുടെ ഇടപെടലുകളും ലൂക്കാസ് സുവിശേഷം 1:68 പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങ് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ സന്ദർശനമായി തിരിച്ചറിയാൻ എഫേസ്യ ലേഖനം 1:18 അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. തളരല്ലേ നെഞ്ചൊന്നു നീടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദനുണ്ടിവിടെ കൈവീശിക്കൊണ്ട് കരയല്ലേ തളരല്ലേ നെഞ്ചൊന്നു നീടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദനുണ്ടിവിടെ പരിശുദ്ധ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറമ്പോക്കിൽ 28 വർഷമേ താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം? അവർക്ക് UA നമ്പർ പോലും കിട്ടത്തില്ല, ചിലപ്പോൾ റേഷൻ കാർഡ് പോലും കിട്ടത്തില്ല. ചില വെള്ളംപുറത്ത് താമസിക്കുന്നവർക്കൊക്കെ അവരുടെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സംഘടനക്കാരുടെയും പാർട്ടിക്കാരുടെയൊക്കെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില രേഖകൾ കിട്ടും. പക്ഷേ അപ്പോഴും പട്ടയം കിട്ടത്തില്ല. ഇപ്പോൾ ഈ ലൈഫ് മിഷൻ്റെയൊക്കെ പേടി കൊടുക്കുന്നില്ലേ, അപ്പോൾ അതിന് കിട്ടണമെങ്കിൽ പട്ടയം വേണ്ടേ? അപ്പോൾ എല്ലാവർക്കൊക്കെ കിട്ടാൻ തുടങ്ങി, അവിടെ അടുത്തുള്ളവർക്കൊക്കെ കിട്ടും. പക്ഷേ ഇവർക്ക് പട്ടയമില്ലാത്ത കൊണ്ട് അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവർക്ക് പിന്നുള്ള ആശ്രയം എന്താണ്? അവരുടനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. 28 കൊല്ലം ഇങ്ങനെ കണ്ണീരിൽ കിടക്കുന്ന ഒരു ജനം പെട്ടെന്ന് അവരുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്? അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സഞ്ചാരി മാതാവ് ഉടമ്പടി വരുന്നൊരു വിഷയം പ്രസൻസാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് ഈ 32ാമത്തെ സങ്കീർത്തനമില്ലേ, 8ാമത്തെ തിരുവചനം എന്താ പറയണത്? നീ നടക്കേണ്ട വഴി, പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. എൻ്റെ ദൈവത്തിലെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ്, ഇന്ന് ഒത്തിരിയേറെ ആൾക്കാർ രക്ഷപ്പെടുന്നൊരു വചനമാണിത്. എന്താണ് ഈ 32:8 സങ്കീർത്തനം? എന്താണ്? നീ നടക്കേണ്ട വഴി, പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പൊ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമ്പോൾ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? നിന്റെ മുമ്പിലല്ലേ? നിന്നോട് മുഖാമുഖം കർത്താവ് നിന്നോട് മുഖാമുഖം അടുത്ത് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യല്ലേ? നീ ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. ഉടമ്പടി മനുഷ്യനിർമ്മിതമല്ലല്ലോ. അതിൻ്റെ സോൾ ആൻഡ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആരാണ്? ദൈവം മുൻകൈ എടുത്ത് ചെയ്ത കാര്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു നൊവേന, അത് ഒരു മനുഷ്യൻ ഹ്യൂമൻ ഇനിഷ്യേറ്റീവാണ്. ആരോ നല്ല ഭക്തന്മാർ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. പക്ഷെ ഉടമ്പടി ദൈവം തൻ്റെ ജനത്തെ സഹായിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ദൈവിക പദ്ധതിയാണ്. അതാണ് വിഷയം വരുന്നത്. ഈ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതൊരു ഡിവൈൻ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ ഉടമ്പടി തന്നെ ആദവുമായിട്ട് ചെയ്യണതാണ്. ഉടമ്പടിക്ക് എപ്പോഴും 2 ഭാഗങ്ങളുണ്ടാവും. എന്താണ്? നിബന്ധന ഉണ്ടാവും, ദൈവത്തിൻ്റെ നിബന്ധന ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? അതിൻ്റെ വാഗ്ദാനം ഉണ്ടാവും. നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് നിബന്ധന ഉണ്ടെന്ന് പറയും. എന്താണ്? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഫലം പറിക്കരുത്. പറിക്കാത്തതല്ല പ്രശ്നം, ദൈവത്തിൻ്റെ വാക്കാണ് പ്രശ്നം അവിടെ. അതായത് നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നുള്ളതല്ല പ്രശ്നം, അതോടുകൂടി ദൈവത്തിനെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് വിഷയം. എല്ലാവരും പാപം ചെയ്യുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മളെ കേന്ദ്രീകരിച്ചാണ് പറയണത്. അല്ല, ഒരു പാപത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കും? എന്താണ്? ദൈവം നിന്നിൽ നിന്ന് അകന്നു പോകുന്നു. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിനെ പുത്രൻ തമ്പുരാൻ്റെ കാലത്ത് മാറ്റമില്ലല്ലോ. പിതാവായ ദൈവം എന്ത് പറഞ്ഞു അത് തന്നെയാണ് പുത്രൻ തമ്പുരാനും പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു. അപ്പം കൽപ്പനയല്ല പ്രശ്നം. കർത്താവിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖ മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖ കരിഞ്ഞു പോണതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളും കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആണ് ദൈവം
ഈ കൽപ്പനകൾ നൽകുന്നത്. എപ്പോഴും ഓർക്കണം. എന്തിനാണ് നിത്യമായിട്ട് തൈത്തിട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുക്കുന്നതോടുകൂടി അങ്ങയുടെ വചനത്തോട് അത് പാലിച്ചുകൊണ്ട് ഐക്യപ്പെട്ടു നിൽക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം സാക്ഷീകരിക്കാനുള്ള പ്രത്യേക ഉൾക്കാഴ്ചകൾ നൽകണമേ. എൻ്റെ അമ്മയ്ക്കും അതുപോലെ കാലിന് ചെറിയൊരു രോഗം, ഈ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ പൂർണ്ണമായും മാറ്റി അമ്മയ്ക്ക് നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം മൂന്നാമതായിട്ട് എൻ്റെ ഇളയ ആങ്ങളയ്ക്ക് സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അവൻ എത്ര ശ്രമിച്ചിട്ടും പാസ്സാവുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം അവൻ്റെ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ആവുകയും അവനിപ്പം മുമ്പോട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതും മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാലാമതായിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ അനിയനും ആൻറ്റിയും സെപ്പറേറ്റഡ് ആണ്. അവർക്കൊരു കുഞ്ഞുണ്ട്. അപ്പം ആ കുഞ്ഞ് അവരുമായിട്ട് ഞങ്ങൾ യാതൊരു കോണ്ടാക്റ്റും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ 26 വർഷത്തിന് ശേഷം അവനിപ്പോൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ യോജിച്ചു പോവുകയും ചെയ്യുന്നു. മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജൂഡി ബിനോജ്. ഇത് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ട്രീറ്റ്മെൻ്റ് എല്ലാം ഞങ്ങൾ തുടർന്നു. പള്ളികളിലുമൊക്കെ ഞങ്ങൾ നേർച്ചകളുമൊക്കെ ആയിട്ട് പോയി. 5ാമത്തെ വർഷമായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും അമ്മയും കൂടെയാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡ് അന്നേരം ഗൾഫിലായിരുന്നു. ഞങ്ങളങ്ങനെ പിള്ളേരില്ലാഞ്ഞ കാരണം ഹസ്ബൻഡും അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ രാവിലെയും രാത്രിയിലുമുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലും. പക്ഷേ അത് മാത്രമാണ് ഉടമ്പടിയുടെ പ്രാർത്ഥന എന്ന് ഒരു മനസ്സിലായിരുന്നു. പക്ഷേ അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ പ്രാർത്ഥനകളും കാരുണ്യപ്രവർത്തികളും നമ്മളൊരു മനുഷ്യനായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ എല്ലാം അത് ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല. ജസ്റ്റ് ഞാൻ ആ പ്രാർത്ഥനകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. തുടർന്ന് മുമ്പോട്ട് എനിക്ക് ഒരു കുഞ്ഞുങ്ങളുണ്ടാകാതെ ഇപ്പോൾ ഞാനത് ഉടമ്പടി പ്രാർത്ഥന എനിക്കൊരു ഫലവത്തായി തോന്നാഞ്ഞത് കൊണ്ട് ഞാനത് മുമ്പോട്ട് പോയില്ല. വീണ്ടും ഞങ്ങൾ സത്യത്തിൽ ഞാൻ ആ ഉടമ്പടി ഉഴപ്പി തന്നെ പോയി. പിന്നീട് ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ മുമ്പോട്ട് പോയി. പിന്നെ ഓരോ പള്ളികളിലൊക്കെ പോകും, പ്രാർത്ഥിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് 3 തവണ ഞാൻ പ്രഗ്നൻ്റായി. അപ്പോഴെല്ലാം ഒരു 3 മാസം ആകുന്നതിന് മുമ്പേ അതെല്ലാം അബോർഷനായിപ്പോയി. വീണ്ടും ഞങ്ങളങ്ങനെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോയി. എല്ലാം കഴിഞ്ഞിട്ടും ഒന്നും ആവാതെയായി. അവസാനം IVF ഒക്കെ ചെയ്തു. അവസാനം 10ാമത്തെ വർഷത്തിൽ ഞങ്ങൾ ലാസ്റ്റത്തെ അറ്റംപ്റ്റാണ് IVF എന്നുള്ള രീതിയിൽ അതും ചെയ്തു. അതിലും പ്രതീക്ഷകളെല്ലാം പോയി. എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ നിർത്തി. അവസാനം ഞങ്ങൾ മടുത്തു. അതോടെ ഇനി മുമ്പോട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങളുടെ മുമ്പിലില്ല, ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ നിർത്തി. അതിനുശേഷം ഇനി ഒരു 3 മാസത്തേക്ക് ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇനി ഞാനൊരു നേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് കാരണം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. എനിക്ക് ഇനി മുമ്പോട്ട് ഹസ്ബൻഡും ഉണ്ടായിരുന്നു, ജോലി റിസൈൻ ചെയ്തു. നാട്ടിൽ ചെറിയ ജോലികളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞാനാണേലും ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു. അങ്ങനെ എനിക്ക് മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നുകൂടെ ഉടമ്പടി എടുക്കുക, നീ കിട്ടും, നിനക്ക് ഉറപ്പായിട്ട് നീ ആ ഉടമ്പടി കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ആദ്യം ഉടമ്പടി എടുത്തിട്ട് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഇനി മുമ്പോട്ട് ഇനിയൊരു ഉടമ്പടി എടുത്താൽ എനിക്ക് കിട്ടുമോ ഇല്ലയോ, അതൊരു പ്രതീക്ഷയ്ക്കൊരു സംശയത്തിലോട്ട് ഞാൻ നിന്നു. എന്നാലും എന്നെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഇതിനൊരു പരിഹാരം എനിക്കുള്ളൂ എന്ന് എനിക്കൊരു ഉറപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഹസ്ബൻഡും അമ്മയും കൂടെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആദ്യം ഞാൻ ആ ആദ്യത്തെ ഉടമ്പടിയുടെ ക്ലാസ് കൂടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എന്നാലും എന്താണ് എന്നതെനിക്ക് മനസ്സിലാക്കാൻ അത് സാധിച്ചിരുന്നില്ല. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊന്നും ഞാൻ അത്രയും ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ
രണ്ടാമത്തെ ഉടമ്പടി ഞാൻ വന്ന് ഇവിടെ എടുത്തപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരു മനുഷ്യനായി മാറുക എന്നുള്ളത്, നമ്മളെ ജീവിതത്തിൽ എന്താണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് ദേഷ്യം, കലഹം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ പാടെ ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് നേടാനുള്ളത് എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് മാറി. കാര്യം ഞാൻ ദൈവത്തോട് അടുക്കാമെന്ന് തുടങ്ങി. കാര്യം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. അങ്ങനെ ജോലി റിസൈൻ ചെയ്ത കാരണം വീട്ടിൽ എല്ലാ ദിവസവും എനിക്ക് രാവിലെ പള്ളിയിൽ പോകാനും ഒക്കെ സാധിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന വേറൊരു കാര്യമായിരുന്നു എനിക്ക് ജോലി കിട്ടണമെന്നുള്ള. ആദ്യത്തേത് ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നായിരുന്നു. എങ്കിലും രണ്ടാമത് ഞാൻ വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു ജോലി കിട്ടണമെന്നായിരുന്നു. ഞാൻ റിസൈൻ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചെനിക്ക് വീണ്ടും ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് സന്തോഷമായ കാര്യം, എനിക്ക് റിസൈൻ ചെയ്ത അതേ ഹോസ്പിറ്റലിൽ അതേ വാർഡിൽ തന്നെ എനിക്ക് വീണ്ടും കയറാൻ സാധിച്ചു. അപ്പം എനിക്ക് ആ വിഷമങ്ങളൊക്കെ ഞാൻ പയ്യെ മറന്നു തുടങ്ങി. എങ്കിലും ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഞങ്ങളെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണേലും ഒരു തുള്ളി ഉപ്പെടുത്ത് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും വെള്ളത്തിൽ ആഡ് ചെയ്ത് ഞങ്ങൾ കുടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി, കൂടുതൽ പള്ളികളിലൊക്കെ പോയി തുടങ്ങി. പക്ഷെ ഞാൻ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പാടെ മനസ്സിൽ നിന്ന് മറന്നു പോവുമായിരുന്നു. അതിൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ മറന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് തുടങ്ങി 1 മാസം കഴിഞ്ഞില്ല. ഞാൻ ജനുവരി 6-ാം തീയതിയാണ് രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജനുവരി 6-ാം തീയതി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 23-ാം തീയതി ഞാൻ പ്രഗ്നൻസി ചുമ്മാ ടെസ്റ്റ് ചെയ്തു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ടെസ്റ്റ് ചെയ്യിക്കുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കാതെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ആദ്യത്തെ 3 പ്രഗ്നൻ്റ് ആയത് ഇതുവരെ ഹാർട്ട് ബീറ്റ് ഒന്നും കേട്ടിരുന്നില്ല. പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റോടുകൂടി തന്നെയാണ് കുഞ്ഞിനെ സ്കാനിങ്ങിൽ കാണാൻ സാധിച്ചത്. എനിക്കത് വളരെ അത്ഭുതമായി തോന്നി. കാര്യം ഞാൻ ഇതുവരെ ഹാർട്ട് ബീറ്റ് 3 അബോർഷൻ ആയപ്പോഴും ഹാർട്ട് ബീറ്റ് ഇതുവരെ എനിക്ക് കേട്ടിരുന്നില്ല. എനിക്കത് ഹാർട്ട് ബീറ്റും കൂടെ കേട്ടപ്പോൾ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചെന്ന് ഉറപ്പായി എനിക്ക്. അങ്ങനെ തുടർന്ന് എല്ലാ ദിവസവും ഉടമ്പടി തൈലവും കാശുരൂപവും വെച്ച് ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് ജോലിക്ക് പോകണോ, അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ടെൻഷനായി. അങ്ങനെ ജോലിക്ക് പോകണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ജോലിക്ക് പോകണോ അതോ ഞാൻ കുഞ്ഞിന് വേണ്ടി റെസ്റ്റ് എടുക്കണോ? അപ്പം ആ 4-ാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്പോട്ടിങ് ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ബെഡ് റെസ്റ്റ് ആയിരുന്നു, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. 9 മാസം വരെ ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. തുടർന്നുള്ള ബാക്കിയുള്ള ഉടമ്പടിയുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോലെ എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോയി. 9 മാസം വരെ ഒരു കുഴപ്പവും കൂടാതെ അമ്മ എനിക്ക് കുഞ്ഞിനെ സെപ്റ്റംബർ 23-ാം തീയതി ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന ദൈവം അനുഗ്രഹിച്ചു. ഇതുവരെ ഒരു കുഴപ്പമില്ല. 5 മാസമായി. എനിക്ക് ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ വേറെ എവിടെയും പോവുകയുള്ളൂ, ഒരു ജോലിക്കാണേലും പോകത്തുള്ളൂ, അത് ഉറപ്പിച്ച കാര്യമായിരുന്നു. രണ്ടാമതൊരു ഉടമ്പടി വെച്ച് എന്നാൽ ചേച്ചിക്ക് ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് കടമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരമാകാൻ വേണ്ടി മാത്രം ഒരു വഴി ദൈവം തുറന്നു തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് ഒരു ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതിന് ചേച്ചിക്ക് ഒമാനിലേക്ക് ഒരു നേഴ്സായിട്ട് ജോലി കിട്ടി. അത് ഞങ്ങളുടെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ പേര് ബീന ജോയ്, അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മകൾക്ക് നല്ലൊരു ഭവനമില്ലായിരുന്നു. എന്നാൽ സർക്കാരിൽ നിന്ന് ഭവനം ലഭിക്കുമെന്ന് വിചാരിച്ച് 3 വർഷത്തോളം തറ കെട്ടിയിട്ട് കാത്തിരുന്നു. എന്നാൽ ഭവനം ലഭിച്ചില്ല. അതിനുശേഷം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത്
നല്ലൊരു ഭവനം പണിയുവാൻ സാധിച്ചു. ആ ഭവനത്തെ അതിനുശേഷം എൻ്റെ മകളുടെ ഭർത്താവിന് ഇടത്തെ സൈഡിൽ ഒരു വേദന വന്നു. ഡോക്ടറെ കണ്ടു. മരുന്ന് 3 പ്രാവശ്യം പോയി ഡോക്ടറെ കണ്ടു. മരുന്ന് വാങ്ങിച്ച് കഴിച്ചു. ഡോക്ടർ പറഞ്ഞു നീർക്കെട്ടിൻ്റെയാണ് വേദന, അല്ലാതെ വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ മകൻ്റെ നിർബന്ധപ്രകാരം സ്കാനിങ് ചെയ്യണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ മകൻ്റെ നിർബന്ധപ്രകാരം സ്കാനിങ് ചെയ്തു. അപ്പോൾ വയറ്റിൽ ഒരു മുഴയുണ്ട് എന്ന് മനസ്സിലാക്കി.